അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെള്ളിയാഴ്ച രാവിലും പകലിലും ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ഇന്ന് നമുക്ക് 10 സ്വലാത്തു ഇബ്രാഹിമിയ ചൊല്ലാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും 10 സ്വലാത്ത് ഇബ്രാഹിമിയ മനസ്സറിഞ്ഞ് ചൊല്ലാം. സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അപ്പോൾ നല്ല നിയ്യത്തുകൾ എല്ലാവരും മജ്ലിസിൽ ഇപ്പോൾ നല്ല നിയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്തുൽ ഇബ്രാഹിമിയ 10 തവണ ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് നമ്മുടെ രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അത് മാത്രം മതിയാകുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല നിയ്യത്ത് ഇപ്പം കരുതിയിട്ട് സ്വലാത്ത് ഇബ്രാഹിമിയ 10 തവണ ഇവിടുന്ന് ചൊല്ലുമ്പോൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ വസിയത്തുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക. അപ്പോൾ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിച്ച് പ്രത്യേകം മജ്ലിസുകളിൽ വെച്ച് അതേപോലെ തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ വെച്ചുള്ള ദുആകളിൽ എപ്പോഴും ഉൾപ്പെടുത്തും. ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുതി അറിയിക്കുക. എല്ലാവരും വളരെ ആത്മാർത്ഥമായി സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലുക. അതേപോലെ തന്നെ നേരിട്ട് വരാനുള്ളവരുടെ ഡേറ്റ് ഇൻഷാ അല്ലാഹ് ഫോൺ വിളിക്കുന്നവർക്ക് ഓരോ സമയം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പബ്ലിക്കായ ഒരു ഡേറ്റ് പറയാത്തത് അത് തിരക്ക് കൂടുന്ന കാരണം കൊണ്ടാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനും ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തിരക്ക് കുറച്ചധികം ഉള്ള സമയമായതുകൊണ്ടാണ് പലർക്കും റീപ്ലൈ ലഭിക്കാൻ വൈകുന്നത്. ക്ഷമയോടുകൂടെ കാത്തിരിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളെന്ന സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലുക. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد അർഹമർറഹീമായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് സാദുക്കളായ ഞങ്ങൾ ചൊല്ലിയ 10 സ്വലാത്ത് ഇബ്രാഹിമിയ നീ സ്വീകരിക്കണം അല്ലാഹ്. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തുകളിൽപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. അല്ലാഹുവേ, ഞങ്ങളിപ്പോൾ ഇവിടെ ഓരോരുത്തരും ചൊല്ലിയപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ പ്രത്യേകം നിയ്യത്തുകൾ കരുതിയിട്ടുണ്ട്. അല്ലാഹുവേ, നിയ്യത്തുകൾ നീ പൂർത്തീകരിക്കണം അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാന്. കടങ്ങൾ വീട്ടിത്തരണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാന്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. നടുറോട്ടിലും ഐസിയുവിലും ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയം ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് തബസ്സുമിലായി പുഞ്ചിരിച്ച് ഈമാനോടെ കലിമത്തു തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ഉച്ചരിച്ച് നിന്റെ സ്വാലിഹീങ്ങൾ നിന്നിലേക്ക് അടുത്തതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈമാൻ ഖബൂലായി ഖൽബിലെങ്കി സാധുക്കളായ ഞങ്ങളെ നീ നിന്നിലേക്ക് വുളൂഓടുകൂടെയുള്ള സമയത്തടുപ്പിക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിഷാദ നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് പങ്കെടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ അത് ഫുൾ ആയിട്ടുണ്ടാകും, ചിലപ്പോൾ പുതിയ ഗ്രൂപ്പ് അഡ്മിൻസ് ആരെങ്കിലും വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലുമൊക്കെ ലെഫ്റ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് കോപ്പി ചെയ്തെടുത്ത് വെച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് അത് വളരെ പെട്ടെന്ന് തന്നെ തീർക്കേണ്ട വിഷയമായതുകൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. നേരിട്ട് കാണുന്നതൊക്കെ ഒരു ഡിലേ വരാനുണ്ടായ കാരണം തന്നെ നേരിട്ട് കാണാനുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റാതിരിക്കാൻ തന്നെ കാരണം ഈ അഡ്മിഷന് വേണ്ടിയുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളൊക്കെ വരുന്നത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. അതാണല്ലോ ജീവിതത്തിൽ ധാരാളം നമുക്ക് ലഭിക്കുക എന്നുള്ളതല്ല, ഉള്ളത് ബറക്കത്തുള്ളതായിരിക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായ വിഷയം. അല്ലാഹു ബറക്കത്തുള്ള ജീവിതം നമുക്കൊക്കെ നൽകി സ്വാലിഹീങ്ങളോടൊപ്പം അവൻ നമ്മെ ചേർക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ റമളാൻ ഷരീഫാണ്. ഇത് മുഴുവനായിട്ട് എല്ലാവരും കേൾക്കുന്നുണ്ടോ അറിയില്ല, ചിലരൊക്കെ കുറച്ച് കേൾക്കലല്ലേ ഉള്ളൂ. നമ്മുടെ വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കി നനച്ചുള്ളി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ആ പഴമയിലുള്ള സംവിധാനങ്ങൾ അത് നമ്മുടെ പരിസരവും വീടൊക്കെ ശുദ്ധിയാക്കാൻ കാരണമാണ്. ഇൻഷാ അല്ലാഹ് വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കി നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടെ പരിശുദ്ധമായ റമളാൻ ഷരീഫിനെ അതിനെ സ്വീകരിക്കാനും മെന്റലി ഫിസിക്കലി ആ റമളാനിലേക്ക് തയ്യാറാകാനും നമ്മളൊക്കെ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയിക്കട്ടെ, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായി രാവിലെയും വൈകുന്നേരവും നടക്കുന്ന നമ്മുടെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നേരിട്ട് കാണാനുള്ളവരുടെ ഡേറ്റ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും വിളിക്കുന്ന സമയത്ത് അവരവർക്ക് കംഫർട്ടബിൾ ആകുന്ന ഒരു സമയം കൊടുത്തിട്ട് ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരുന്ന രൂപമായാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫോൺ എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അത് എപ്പോഴും നമുക്ക് എടുക്കാൻ കഴിയൂല, എപ്പോഴും നമുക്ക് മെസ്സേജുകൾ റീപ്ലൈ ചെയ്യാൻ കഴിയൂല. കഴിയുന്ന സമയത്തൊക്കെ റീപ്ലൈ തരുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ബുക്കിങ്ങിന്റെ ഡേറ്റുകൾ ലഭിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഓശാരമായ ബറക്കത്തുകൾ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ വസിയത്തുകൾ ഇവിടെ എഴുതി അറിയിക്കും ഓരോരുത്തരും. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ വസിയത്തുകൾ പരസ്പരം ചെയ്താൽ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു പെട്ടെന്ന് എല്ലാ ദുആകളും സ്വീകരിക്കുന്ന പവിത്രമായ രാവുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അല്ലാഹു നമ്മുടെ ദുആകളൊക്കെ അല്ലാഹു എല്ലാം ഇജാബത്തുള്ള ഖബൂലുള്ള രൂപത്തിൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.